ഹലോ മക്കളെ, നമ്മൾ ഇന്ന് നോക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മാത്സിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ പരീക്ഷയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മാത്സിൽ മലയാളത്തിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്തായാലും മക്കൾ പഠിച്ചു വെക്കണേ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രവർത്തനം അതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 വശങ്ങൾ മാത്രമുള്ള രൂപം ഏത്? 3 വശങ്ങൾ മാത്രമുള്ളത് ഏതാണ്? വൃത്തമാണോ, ചതുരാണോ, ത്രികോണാണോ, സമചതുരാണോ? ഏതാണ് 3 വശം മാത്രമുള്ളത്? സർക്കിളാണോ, റെക്റ്റാങ്കിളാണോ, ട്രയാങ്കിളാണോ, അല്ലെങ്കിൽ സ്ക്വയറാണോ? ഏതാണ്? ത്രികോണമാണ് അല്ലേ. ഓപ്ഷൻ സി ആണ്, ട്രയാങ്കിൾ. അടുത്തത് 1000-ൽ എത്ര നൂറുകളുണ്ട്? 1000-ൽ എത്ര നൂറാണ്? 100 100, 200 200. അപ്പോൾ 1000-ൽ എത്ര നൂറാണുള്ളത്? 1000-ൽ നിന്നും ആ 100-ൻ്റെ 2 പൂജ്യം അങ്ങ് വെട്ടിക്കളയുക. എത്രയാണ്? 10 ആണ് അല്ലേ. അങ്ങനെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 100 100 എത്ര നൂറാണ്? 10 നൂറാണ് 1000. അപ്പോൾ ഓപ്ഷൻ എ 10 ആണ് അല്ലേ. അടുത്തത് 195, പിന്നെ ഡാഷ് ഇട്ടിട്ടുണ്ട്. 205, 210, 215. വിട്ടുപോയ സംഖ്യ ഏത്? അപ്പോൾ 205, 210, 215 പറയുമ്പോൾ എത്രയാണ് കൂട്ടിപ്പോകുന്നത്? 5 ആണ് അല്ലേ. 5 ആണ്. അപ്പോൾ 195 കഴിഞ്ഞാൽ എത്രയാണ്? 200 ആണ് അല്ലേ. പിന്നെ 205, 210, 215 അല്ലേ. 195, 200, 205, 210, 215 അങ്ങനെയാണല്ലേ പോകുന്നത്. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി 200. അടുത്തത്, ഈ രൂപത്തിൽ ആകെ എത്ര ചതുരങ്ങളുണ്ടെന്ന് പറയാമോ? എത്ര ചതുരങ്ങളാണുള്ളത്? നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ 4 എണ്ണമാണ് അല്ലേ നോക്കുമ്പോൾ ഉള്ളത്. പക്ഷേ എത്ര എണ്ണം ഉണ്ട്? ആ ചെറുത് ഓരോന്നും 1 2 3 4. പിന്നെയോ മൊത്തമായിട്ട് 1. അപ്പോൾ എത്രയായി? 5 ആയി അല്ലേ. പിന്നെ നമുക്ക് എങ്ങനെ നോക്കാം? രണ്ടെണ്ണം വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ 6 7 8 9 ഉണ്ട്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, 9 നൂറുകൾ 5 ഒന്നുകൾ, അതായത് 9 hundreds 5 ones എങ്കിൽ സംഖ്യ ഏതാണെന്ന് പറയാമോ? ഇപ്പം 95 ആണോ 95 ആണോ? 95-ൽ എത്ര നൂറുണ്ട്? 100 ഇല്ല അല്ലേ. 10കളല്ലേ ഉള്ളൂ. അപ്പോൾ അത് തെറ്റി എഴുതി പോവരുത്. അപ്പം 900 ആണല്ലേ. 900, 9 നൂറുകൾ എന്ന് പറഞ്ഞാൽ 900 ആണ്. അപ്പം അതിനോട് 5 ഒന്നുകൾ, അപ്പോൾ 5 ones. അപ്പോൾ എത്രയാണ്? 905. അപ്പോൾ ഓപ്ഷൻ ബി 905 ആണ് ആൻസർ വരുന്നത്. ഇനി പ്രവർത്തനം 2. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി പൂക്കളം ഒരുക്കുകയാണ് ആയിഷയും കൂട്ടുകാരും. 6 വൃത്തവും 4 ത്രികോണവും 1 ചതുരവും മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അതായത് 6 സർക്കിള്, 4 ട്രയാങ്കിള്, 1 എന്താണ് സ്ക്വയർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു പൂക്കളം നിർമ്മിച്ച് ആയിഷയെയും കൂട്ടുകാരെയും സഹായിക്കാമോ? നിറം കൊടുത്ത് മനോഹരമാക്കുകയും ചെയ്യണം. അപ്പോൾ ഇതേ നമ്പേഴ്സ് തന്നെ അല്ല തരിക. അപ്പോൾ രക്ഷിതാക്കൾ പല രീതിയിലും മക്കൾക്ക് നമ്പേഴ്സ് മാറ്റി കൊടുത്തിട്ട് വരപ്പിച്ച് നോക്കുക കേട്ടോ. അടുത്തത് പ്രവർത്തനം 3 ആണ്. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാനായി സമ്പാദ്യ കൊടുക്കയിലെ 860 രൂപയുമായി ജോണി ബാങ്കിലെത്തി. പണം നിക്ഷേപിക്കുന്നതിനുള്ള സ്ലിപ്പ് മാനേജർ നൽകി. സ്ലിപ്പ് പൂരിപ്പിക്കാനായി ജോണിയെ സഹായിക്കാമോ? അപ്പോൾ എത്രയാണുള്ളത്? 860 ആണ് അല്ലേ. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് അവൻ്റെ സമ്പാദ്യ കൊടുക്കുക, നമ്മൾ കാസിത്തൊണ്ട് എന്നൊക്കെ പറയില്ല, അത് പൊട്ടിച്ച് 860 രൂപ 860 റുപ്പീസുമായിട്ടാണ് ജോണി ബാങ്കിലെത്തിയത്. അപ്പോൾ അവിടുന്ന് ഒരു സ്ലിപ്പ് കൊടുത്തതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പൂരിപ്പിക്കാൻ സഹായിക്കാമോ? അപ്പോൾ മക്കളെല്ലാവരും ഇത് ക്ലാസ്സിൽ ചെയ്ത വർക്കാണ് അല്ലേ. അപ്പോൾ നോട്ട് ബുക്കിൽ ഇതേപോലെ അധിക സ്കൂളുകളിലും സ്ലിപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നല്ലോണം പഠിക്കുക കേട്ടോ. ഏത് പേര് തന്നാലും, ഏത് നമ്പർ തന്നാലും, എത്ര പൈസ ഞാൻ തന്നാലും അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തായാലും ഇതുപോലൊരു ക്വസ്റ്റ്യൻ സാധ്യതയുണ്ട്. അടുത്തത് പ്രവർത്തനം 4 ആണ്. പുതിയ കൂട്ടുകാരിയായ കവിതയ്ക്ക് പഠനോപകരണങ്ങൾ വാങ്ങാനായി അച്ഛൻ നൽകിയ 800 രൂപയുമായി നവീൻ കടയിലെത്തി.
കടയിലെ വിലവിവര പട്ടിക നോക്കി കയ്യിലുള്ള മുഴുവൻ തുകയ്ക്കും സാധനങ്ങൾ വാങ്ങി. ഏതെല്ലാം സാധനങ്ങളായിരിക്കും നവീൻ വാങ്ങിയത്? അപ്പോൾ എത്ര രൂപക്കാണ് സാധനങ്ങൾ വാങ്ങാനുള്ളത്? 800 റുപ്പീസിനാണ് അല്ലേ, 800 രൂപക്കാണ്. അപ്പോൾ മക്കൾ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് സൈഡിൽ കൂട്ടി നോക്കുക കേട്ടോ. അപ്പോൾ ബാഗ് 300 രൂപയ്ക്ക് ബാഗ് എടുത്തു എന്ന് കൂട്ടാം. പിന്നെ കുട വാങ്ങി 250 രൂപ, അപ്പോൾ എത്രയായി? 550 രൂപയായി. പിന്നെ നോട്ട് ബുക്ക് 50 രൂപൻ്റെത് വാങ്ങി, അപ്പോഴോ 600 രൂപ. പിന്നെ ബോക്സ് വാങ്ങി 170 രൂപക്ക്, അപ്പം 770 പിന്നെ 800ലേക്ക് എത്ര വേണം? പേന, മഷിപ്പേന 30 രൂപക്ക് വാങ്ങി, അപ്പോൾ 800 രൂപ. ഇതേ സ്ഥാനത്ത് 800 തന്നെ തന്നോളണമെന്നില്ല, 800 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് വേറെ സംഖ്യകൾ തരാം. ഈ വില വിവര പട്ടിക വേറെ തരാം. അപ്പോൾ അതൊക്കെ മക്കൾ കുറേ ചെയ്ത് നോക്കുക. ഇതൊക്കെ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ മോഡൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കേട്ടോ. അടുത്തത് പ്രവർത്തനം 5 ഇവിടെ 4 രൂപങ്ങൾ തന്നിട്ടുണ്ട്. ഓരോന്നിലും ഓരോ നമ്പേഴ്സും തന്നിട്ടുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്ന രൂപങ്ങളിലെ സംഖ്യകൾ കണ്ടല്ലോ. ഒന്നാമത്തേതിൽ 3, രണ്ടാമത്തേത് 1, മൂന്നാമത്തേത് 9, നാലാമത്തേത് 5. അവയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സംഖ്യകൾ ആവർത്തിക്കാതെ നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏത്? അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് സംഖ്യകൾ 2 പ്രാവശ്യം എഴുതാൻ പാടില്ല. അതുപോലെ 3 അക്ക സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെഴുതുക? ആദ്യം ഏറ്റവും വലുത് എഴുതുക. ഇതിലേതാ ഏറ്റവും വലുത്? 9 ആണ് അല്ലേ. അടുത്ത വലുത് ഏതാ? 5 ആണ്. അടുത്ത വലുത് 3 ആണ്. അപ്പോൾ 953 അല്ലേ, 953 ഈ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യ. 1 കൂട്ടാതെ കേട്ടോ, 4 അക്ക സംഖ്യ ആണെങ്കിൽ ലാസ്റ്റ് 1ഉം കൂടെ കൊടുക്കണം. അടുത്തത്, സംഖ്യകൾ ആവർത്തിക്കാതെ നിർമ്മിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെറുത് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം ഏറ്റവും ചെറുത് എഴുതുക. ഏറ്റവും ചെറുത് ഏതാണ്? 1 ആണ് അല്ലേ. പിന്നെ ഏറ്റവും ചെറുത് ഏതാണ്? 3 ആണ്. പിന്നെ ഉള്ളതിൽ ഏറ്റവും ചെറുത് 5 ആണ്. അപ്പോൾ 1, 3, 5 ആണ് 3 അക്ക സംഖ്യ ചെറുത്. അത് 4 അക്ക സംഖ്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആ 9ഉം കൂടെ എഴുതി കൊടുക്കാം. അടുത്തത്, നിങ്ങൾ കണ്ടെത്തിയ വലിയ 3 അക്ക സംഖ്യയെ അക്ഷരത്തിൽ എഴുതുക. അപ്പോൾ മലയാളം മീഡിയക്കാർ 953 എന്ന് എഴുതുക. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവർ 953 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ നിങ്ങൾ കണ്ടെത്തിയ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയെ അബാക്കസ് വരച്ച് ചിത്രീകരിക്കുക. അപ്പം അബാക്കസ് വരയ്ക്കുക. 3 ലൈന് വരയ്ക്കുക. ഒന്നാമത്തെ ലൈനിൽ 1 മുത്ത് അല്ലേ, രണ്ടാമത്തെ ലൈനിൽ 3 മുത്ത്, മൂന്നാമത്തതിലോ 5 മുത്ത്. അത് 135, 135 അങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ മക്കൾ നല്ലോണം ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ബാക്കി വിഷയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ ഇടാട്ടോ. മക്കളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ലൈക്കും കൂടെ ചെയ്യാട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.